ബ്ലാങ്ക് ചെക്ക്. ഈ വീഡിയോ പറയുന്നത് ബ്ലാങ്ക് ചെക്ക് എന്താണെന്നാണ്. അതായത് നിങ്ങൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കുകയാണ്, എന്തെങ്കിലും പൈസ വാങ്ങിച്ചിട്ട് അതിനൊരു ഗ്യാരണ്ടി ആയിട്ട് അന്ന് നിങ്ങൾ ഈ ചെക്ക് ഇടപാട് നടക്കുന്ന സമയത്ത് വളരെയധികം വിശ്വസ്തനും സ്നേഹിതനും ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ തന്നെ എനിക്ക് വിശ്വാസമാണ് ബ്ലാങ്ക് ചെക്ക് എന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ബ്ലാങ്ക് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പിട്ട് കൊടുക്കുന്നു, ഡേറ്റ് ഇല്ല, എമൗണ്ട് ഇല്ല. അപ്പോൾ നിങ്ങൾ ഒരാളിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപയാണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ചെക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഈ നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ക്രമേണ വഷളാവുകയാണെന്ന് വിചാരിക്കുക. മണി ട്രാൻസാക്ഷൻസ് നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്ത് നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിരിക്കും, യാതൊരു സംശയവും വേണ്ട. നമ്മൾ കൊടുക്കണ്ടെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്, എൻ്റെ അനുഭവം ഞാൻ കാണുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ആത്മാർത്ഥ സുഹൃത്തിന് പണം കടം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, ഉടനെ എഴുതി വെച്ചുകൊള്ളുക, ആ സുഹൃത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കും, സംശയം വേണ്ട. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു വിഡ്ഢിയാവുക. എന്താണ്? ആ കാശ് ചോദിക്കാനേ പാടില്ല. എങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്തുണ്ടാവും? ഒരു പക്ഷേ ചിലപ്പോൾ ശരിയായിരിക്കാം. പിന്നെ വേറൊന്ന്, ഇതിനകത്ത് നിങ്ങൾ ചെക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കാം, പക്ഷെ ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പിന്നെ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ആർക്കാണോ ചെക്ക് കൊടുത്തത് അദ്ദേഹം അതിനകത്തൊരു 20 ലക്ഷമോ 50 ലക്ഷമോ എഴുതി ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അതെന്താ ബൗൺസായി കഴിയുമ്പോൾ ബാങ്ക് ഒരു ലെറ്റർ കൊടുക്കും, ഇദ്ദേഹം ഇതും കൊണ്ടുപോയി. അതായത് നിങ്ങൾ നല്ല ബന്ധത്തിലിരുന്നപ്പോൾ കൊടുത്ത ചെക്ക് ബന്ധം വഷളാവുമ്പോഴത്തേക്ക് നിങ്ങളെ പൂട്ടാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് നിങ്ങൾ അയാൾക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ എത്രയോ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ബ്ലാങ്ക് ചെക്ക് കൊടുക്കരുത്. അപ്പോൾ ഒരു കക്ഷി എന്ത് ചെയ്യുന്നറിയാമോ? ഇതുപോലെ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തു. അവസാനം കോടതിയിൽ വന്നു. അത് കോടതി പറയുകയാണ് അതിൽ വലിയ എമൗണ്ട്, അതായത് എത്ര രൂപയുണ്ടോ അതിന് എത്രയോ മടങ്ങ് ഒപ്പിട്ടു. എൻ്റെ കേസല്ല, വേറൊരു വക്കീലിന് വന്ന കേസ്. അപ്പോൾ കോടതിയിൽ വന്നപ്പോൾ ജഡ്ജിനൊന്നും ചെയ്യാനില്ല, കാരണം ഇദ്ദേഹം ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അവസാനം പറയുകയാണ് ഇത് എൻ്റെ ഒപ്പല്ല. അതാണ് അതിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. കാരണം ഇപ്പോൾ പഴയതുപോലെ അങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ഇതൊക്കെ ഫോറൻസിക് ഉണ്ട്. കൈ ഒപ്പിട്ടിട്ട് അതൊക്കെ ഒന്ന് ഫോറൻസിക് ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ ആണെന്ന് കൺവിൻസ് ചെയ്താൽ പിന്നെ ഡബിൾ ഒഫൻസായി. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ? മറ്റേയാൾ തെറ്റിദ്ധരിപ്പിച്ചത് മാത്രമല്ല, കോടതി പറയും. നമ്മൾ കോടതിയിലൊക്കെ ചെന്ന് ഒരു വളരെയധികം സത്യസന്ധമായിട്ടും മാന്യമായിട്ടും ബഹുമാനത്തോടു കൂടിയാണ് കോടതിയോട് സംസാരിക്കേണ്ടതും പെരുമാറേണ്ടതും. അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എല്ലാം തിരിയും. മനസ്സിലാവുന്നുണ്ട്? അപ്പം നിങ്ങൾ കോടതി പറയുകയാണ് ഇത് എൻ്റെ സിഗ്നേച്ചർ അല്ല. അപ്പോൾ കോടതി ഉടനെ അടുത്ത സ്റ്റെപ്പ് എടുക്കും. എന്താണ്? ഇത് ഫോറൻസിക്കിന് അയക്കും. ഈ ചെക്ക് ഒപ്പിട്ട് ഇയാൾ തന്നെയാണ്, നിങ്ങളുടെ വേറെ കുറച്ച് സിഗ്നേച്ചർ വാങ്ങിക്കും. എന്നിട്ട് ഇത് നോക്കുമ്പോൾ വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് ഇങ്ങനത്തെ വിഡ്ഢിത്തമൊന്നും മനസ്സിൽ വിചാരിച്ച് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് കൊടുത്തത്. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ വിഡ്ഢിത്തമാണ് ഇത്. അപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് വേറൊരു കേസാണ്. അപ്പോൾ ഇത് എപ്പോഴും ഓർത്തുകൊള്ളുക. എന്താണ്? ഒരിക്കലും ആർക്കും ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കരുത്. പ്രത്യേകിച്ച് കച്ചവടത്തിൽ നല്ല സർക്കാർ ജോലിയുള്ളവർ ഒട്ടും കൊടുക്കരുത്, എന്നാൽ ജോലി പോകും കേട്ടോ. സർക്കാർ ജോലിയുള്ളവർക്ക് റിമാൻഡിലായി കഴിഞ്ഞാൽ ആദ്യം പോണത് പണി തെറിക്കും. വളരെയധികം സൂക്ഷിക്കേണ്ടവരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വല്ല സർക്കാർ ഉദ്യോഗസ്ഥർ കേസിൽ വല്ലതും പെടുകയാണെങ്കിൽ മനുഷ്യത്വമുള്ള പോലീസുകാർ ധാരാളമുണ്ട്. കാരണം അവർക്കും കുടുംബങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പം ചില പോലീസുകാരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ കേസിൽ പെടുമ്പോൾ പോലീസുകാരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. കേസ് എടുക്കാനും വയ്യ, എടുക്കാതിരിക്കാനും വയ്യ. നല്ല പോലീസുകാരുണ്ട്, ധാരാളം പേരുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വയലന്റ് ആവുകയാണെങ്കിൽ ചെന്ന ആൾ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം. അവരോടൊക്കെ ചിലപ്പോൾ അവർ 24 മണിക്കൂർ ഡ്യൂട്ടിയാണ്. സാധാരണ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ അല്ലല്ലോ. അപ്പോൾ പൊതുജനങ്ങൾ വേണം അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറാൻ. അപ്പോൾ ബ്ലാങ്ക് ചെക്ക് ആർക്കും ഒപ്പിട്ട് കൊടുക്കരുത്. ഈ വീഡിയോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയില്ല, ഇന്ന് നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കുക. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആർക്കും ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കില്ല. അപ്പോൾ കുറച്ച് തീരുമാനമായില്ലേ? നന്ദി, നമസ്കാരം.